പ്രകാശത്തിൻ രശ്മിയാലെ അന്ധകാരമകറ്റണേ. നിൻ പ്രകാശത്തിൻ രശ്മിയാലെ അന്ധകാരമകറ്റണേ. നിന്റെ ചൈതന്യ ശോഭയാലുള്ള സുന്ദരമാക്കി തീർക്കണേ, സുന്ദരമാക്കി തീർക്കണേ. പാവനാത്മാവേ നീ വരേണമേ മനസ്സമാണ് കോവിലിൽ. നായകങ്ങൾ നാവിനാലേ സ്നേഹസംഗീതം പാടുന്നു. രോഗമുള്ളവ സൗഖ്യമാക്കുക, ഭീതിയിൽ ധൈര്യം നൽകുക. രോഗമുള്ളവ സൗഖ്യമാക്കുക, ഭീതിയിൽ ധൈര്യം നൽകുക. ആറിപ്പോയത് ചൂടു നൽകുക, വാടും നെയ്തും നനയ്ക്കുക, വാടും നെയ്തും നനയ്ക്കുക. പാവനാത്മാവേ നീ വരേണമേ മനസ്സമണി കോവിലിൽ. നായകങ്ങൾ നാവിനാനന്ദി സ്നേഹസംഗീതം പാടുന്നു. പാവനാത്മാവേ നീ വരേണമേ മനസ്സമണി കോവിലിൽ. നായകങ്ങൾ നാവിനാനന്ദി സ്നേഹസംഗീതം പാടുന്നു. കർത്താവ് യേശുവിന്റെ പരസ്യ ജീവിതകാലത്ത് യേശു ഏറ്റവും അധികം ശുശ്രൂഷ നടത്തിയത് അശുദ്ധാത്മാക്കൾക്കെതിരെയല്ലേ? ലൂക്കാ 4 നമ്മൾ വായിക്കുന്നുണ്ട്. യേശു തന്റെ നാട്ടിലെ കഫർനഹൂമിലെ സിനഗോഗിൽ ചെന്ന് പ്രസംഗിച്ചപ്പോൾ ഒരു മനുഷ്യൻ വിളിച്ചു പറഞ്ഞു, അശുദ്ധാത്മ വിളിച്ചു പറഞ്ഞു, യേശുവേ നിന്തിനെ അവിടെ വന്നത്? യേശു പറഞ്ഞു വിട്ടുപോകാൻ പറഞ്ഞവനെ. തൽക്ഷണം വിട്ടുപോയി. അപ്പോൾ ആ ജനം പറയണേ, എന്തൊരു അധികാരമാണ്, എന്തൊരു അധികാരമുള്ള വചനമാണിത്. ഇവന് അധികാര ശക്തിയോടെ കൽപ്പിക്കുന്നു, അശുദ്ധാത്മകൾ വിട്ടുപോകുന്നല്ലോ. കർത്താവിൻ്റെ അഭിഷേകം വെളിപ്പെട്ടത് അവിടെയാണ്. ആ അഭിഷേകത്തിൻ്റെ ശക്തി ഇതായിരുന്നു, അശുദ്ധാത്മാക്കളുടെ മേലുള്ള വിജയമായിരുന്നു. ഇന്നെനിക്ക് പറയാൻ സാധിക്കും, അന്ന് സംഭവിച്ച കാര്യം, 32 വർഷം മുമ്പ് സംഭവിച്ച കാര്യം
സംഭവിച്ചതാണ്, ഈ അഭിഷേകമോട് വെളിപ്പെട്ടപ്പോൾ അത് ആത്മാക്കളുടെ ലോകത്ത് അശുദ്ധാത്മാക്കളുടെ മേൽ വലിയൊരു പ്രഹരമാണ് ഏൽപ്പിച്ചത്. പിന്നെ അവിടുന്ന് അങ്ങോട്ടുള്ള നാളുകൾ എന്ന് പറയുന്നത് നൂറുകണക്ക് മനുഷ്യരാണ് ഈ അശുദ്ധാത്മാക്കൾ ബാധിച്ചവരായിട്ട് ഈ പ്രദേശത്തുണ്ടായിരുന്നു. നൂറുകണക്ക് മനുഷ്യർ. ഒരാഴ്ചയിൽ ഒരു 3-4 പേരെങ്കിലും കാണും ആത്മാക്കൾ ഇളകി വരുന്നവർ. പള്ളി കൊണ്ടുവന്ന് പ്രാർത്ഥിക്കും, അവരൊക്കെ ഫ്രീ ആവും. ഒരു മനുഷ്യനെ പോലും ഞങ്ങൾക്ക് ആശുപത്രി കയറ്റേണ്ടി വന്നിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ചില രാത്രി പ്രാർത്ഥന നടത്തിയിട്ടുണ്ട്. മാസത്തിൽ ഒരു നൈറ്റ് വിജിൽ ഉണ്ടാവും. ഈ നൈറ്റ് വിജിൽ കഴിയുമ്പോഴത്തേക്കും വെളുപ്പിന് 4 മണിക്ക് ഒരു പരസ്യ ആരാധനയുണ്ട്. ആരാധനയ്ക്ക് കുർബാന എഴുന്നള്ളിച്ച് പുരോഹിതൻ അൾത്താരെ വെച്ച് കഴിയുമ്പോഴേക്കും ജനക്കൂട്ടത്തിൽ നിന്ന് ഭയങ്കര ബഹളം തുടങ്ങും, കാർച്ചയും ബഹളം ഉണ്ടാകും. പലരും അലമുറയിട്ട് ഇവിടെ വന്ന് അൾത്താരുടെ മുമ്പിൽ നിന്ന് വീഴും. കുറേ പേരൊക്കെ ഫ്രീ ആയിട്ട് പോകും. ഫ്രീ ആകാത്തവരുണ്ടെങ്കിൽ രാവിലെ ഞങ്ങളിതിനെ പ്രാർത്ഥിക്കുകയാണ്. അവർക്കൊണ്ട് ഇരുന്ന് ജപമാല ചൊല്ലി അവരുടെ അശുദ്ധാത്മാക്കൾ പുറത്തു പോകുന്നതുവരെ, ചിലപ്പോൾ രാവിലെ 8, 9, 10, 12 മണി വരെ ഇരുന്ന് അതേ ഇരിപ്പിടുന്ന് പ്രാർത്ഥിക്കേണ്ടി വന്നിട്ടുണ്ട്. ഒറ്റയാൾ പോലും ഞങ്ങൾക്ക് ആശുപത്രിയിലാക്കേണ്ടി വന്നിട്ടില്ല. ഇതെല്ലാം പരിശീലനങ്ങളായിരുന്നു. ഇവിടെ എല്ലാം അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കുകയാണ് ചെയ്തത്, പുറത്താക്കി വിട്ടു. ഈ ഒരു ശുശ്രൂഷ 1989 മുതൽ 1996 അവസാനം വരെയും ഈ ഒരു ശുശ്രൂഷ നടന്നുകൊണ്ടേയിരുന്നു. അനേകം ഇടങ്ങളിൽ, അത് കേരളത്തിന് പുറത്തു പോയാലും അവിടെ ചെല്ലുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഇതിനെ സംഭവം. ഇത് നിരന്തരമായി, കാരണം ഞാൻ പറഞ്ഞു ഇതൊരു അഭിഷേകമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിവിടെ ഒരു ഉപകരണമായിട്ട് നിൽക്കുകയാണ്. പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവ് എല്ലാം ചെയ്യുകയാണ്. ഓരോ ദേശങ്ങളിൽ ഈ അഭിഷേകത്തിൻ്റെ പ്രവൃത്തികൾ സംഭവിക്കുകയാണ്. അപ്പോൾ എവിടെ ചെന്നാലും മനുഷ്യരിൽ അവരിങ്ങനെ പറയുക, ഈ അശുദ്ധാത്മാക്കൾ ചില പോകില്ല, ഞാൻ പോകില്ല. അവർ മല്ലടിച്ച് നിൽക്കും. അപ്പോൾ അവർ കൂടുതൽ പ്രാർത്ഥിക്കും. എന്താ പ്രാർത്ഥിക്കുന്നത്? ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങും. അന്മുറ ചെയ്യുന്ന പ്രാർത്ഥന ചൊല്ലി കഴിയുമ്പോഴേക്കും അല്ലമുറയിടും, ദൈവത്തെ പിടിക്കും. അത് വേണ്ട, തീയാണ് പൊള്ളുന്നേ ഒരു നില വിളിക്കും. പക്ഷെ ഞങ്ങൾ നിർത്തില്ല. അങ്ങനെ തുടർച്ചയായിട്ട് പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥന അവസാനം ഇവർ വിട്ടുപോവുകയാണ്. പക്ഷെ ഇവരെല്ലാം പറയുന്നൊരു കാര്യം, ആത്മാക്കളെല്ലാം പറയാറുണ്ട്, തങ്ങളെ ആരാണ്, വീടെവിടെയാണ്, എങ്ങനെ മരിച്ചു, എങ്ങനെയാണ് ഈ വ്യക്തിയിൽ ആവശ്യിച്ചത്, എന്തുകൊണ്ട് ആവശ്യിച്ചു, ഇയാൾ എന്തൊക്കെ ദ്രോഹങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ അവർ സ്വയം പറയുന്നത്. അപ്പോൾ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കും, അവരോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ ആരാണ്, നീ എന്തിനിവിടെ വന്നു ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഇവരാരും പിശാചാണെന്ന് പറഞ്ഞിട്ടില്ല. ഇവരൊക്കെ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ മരിച്ചവരെന്നാണ് പറഞ്ഞത്. ചില ആത്മാക്കളൊക്കെ ആത്മഹത്യ ചെയ്ത ആത്മാക്കൾ, ചില ആത്മഹത്യ ചെയ്ത ആത്മാക്കളുടെ ദയനീയം അവർ വേദനിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ വാസ്തവത്തിൽ വിശ്വസനീയമായ കാര്യങ്ങൾ, ആ വേദന ഇന്ന് അവരനുഭവിച്ചുകൊണ്ടാണ് ഈ വ്യക്തിയിലൂടെ സംസാരിക്കുന്നത്. ഏത് വ്യക്തിയിൽ അവർ ആവശ്യിച്ചിരിക്കുന്നുവോ ആ വ്യക്തിയിലൂടെയാണ് അവർ സംസാരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതിങ്ങനെ നിരന്തരമായി സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി, ദൈവം ഇവരാരാണ്? അപ്പോൾ ഇവരാരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പല പുസ്തകങ്ങളെടുത്ത് റെഫർ ചെയ്തു. അന്ന് നമ്മുടെ കേരളത്തിലെ ഒരു പ്രൊഫസർ പി ടി ചാക്കോ, അദ്ദേഹത്തിൻ്റെ, ഞാൻ ഈ പേരൊക്കെ പറയുന്നത് എല്ലാവരുടെയും പേരുകൾ പറയുന്ന കാര്യം ഇതെല്ലാം വളച്ചൊടിച്ച കാര്യങ്ങളൊന്നുമല്ല, അതൊക്കെ സത്യങ്ങൾ, അതുകൊണ്ട് പേര് പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം ഉണ്ടായിരുന്നു, പിശാചു ബാധയെക്കുറിച്ച് പുസ്തകം. അങ്ങനെ പുസ്തകം ഉണ്ടെന്ന് അറിഞ്ഞ് ഞാനത്, എന്നോട് അച്ഛന്മാർ പറഞ്ഞു ആ ഒരു പുസ്തകം വായിച്ചു നോക്കാൻ പറഞ്ഞു. അങ്ങനെ പുസ്തകം വാങ്ങി അത് വായിച്ചു നോക്കുമ്പോൾ അവിടെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഇതെല്ലാം പിശാചുകളാണ്, അശുദ്ധാത്മാക്കൾ ആണെന്ന് വരുത്തി തീർത്തുകൊണ്ട് നുണ പറയുന്നതാണ്, പിശാച് നുണയനാണ്, അത് പിശാചാണെന്ന് വ്യക്തമായിട്ട് അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പഠനമാണ് സഭയിലുള്ളത്. അദ്ദേഹം ഒരു കത്തോലിക്കനാണ്, ആൾ മരിച്ചുപോയി. അപ്പോൾ ഞാൻ പിന്നീട് സഭയിൽ ചെന്ന് കഴിയുമ്പോൾ സഭയിലെ പല അച്ഛന്മാരെയും കണ്ടു, ധ്യാനഗുരുക്കന്മാരെ കണ്ടു. അവർ പലരും പറഞ്ഞു ഇതൊക്കെ തോന്നലാണ്, സ്കിസോഫ്രീന എന്ന രോഗമാണിത്, ഇവരൊക്കെ പ്രാർത്ഥിക്കൽ ആശുപത്രിയിലാണ് കൊണ്ടുപോകേണ്ടത്. എല്ലായിടത്തുനിന്നും നിരുത്സാഹപ്പെടുത്തുന്ന കാര്യങ്ങളാണ് കേട്ടത്. എനിക്ക് കാര്യം മനസ്സിലായി, ആർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല, ആരോടും ചോദിച്ചൊരു കാര്യമില്ല. അവിടെ ഞാൻ അന്വേഷണം നിർത്തി, ആൾക്കാരുടെ പുറകെ പോയി നിർത്തി വെച്ചു. കാരണം ആർക്കും അറിയാൻ പാടാത്ത കാര്യം, ഞാൻ പഠിച്ച മനസ്സിലാക്കിയ ഒരു കാര്യം അതിനെതിരായിട്ട് കേൾക്കുമ്പോൾ എനിക്കെന്നെ വിശ്വസിക്കാൻ പറ്റും? ഞാൻ പറഞ്ഞില്ല, അത് ഞാൻ വിശ്വസിക്കില്ല. പിശാചുക്കളല്ല, ഇത് യഥാർത്ഥ ആത്മാക്കളാണിത്, ഞാൻ അങ്ങനെ ഞാൻ വിശ്വസിക്കത്തുള്ളൂ. ഞാൻ അങ്ങനെ വിശ്വസിച്ചു.
അവരൊക്കെ പറഞ്ഞ അഭിപ്രായങ്ങൾ ഞാൻ ദൂരെ എറിഞ്ഞു, കേൾക്കാൻ പോയില്ല. പക്ഷെ വീണ്ടും ശുശ്രൂഷ നടന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഈ അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിച്ച ശുശ്രൂഷയാണ്. അതിങ്ങനെ നടന്ന് 97-ാം ആണ്ടിൽ ദൈവകുളം നസ്രത്ത് ഗവൺമെൻറ്റിൽ അവിടെയാണ് ഞങ്ങളുടെ ധ്യാന കേന്ദ്രം. എനിക്ക് ആ മട ഒരു വിട്ടു നിന്ന് അവിടെ സിസ്റ്റേഴ്സുണ്ട്, പക്ഷേ നമുക്ക് അവിടെ ആൾക്കാരെ താമസിപ്പിക്കാനും ഒരു ചെറിയ ധ്യാന ഹോള്, ഒരു 10-70 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ധ്യാന സെൻറ്റർ, അവിടെ ചിലപ്പോൾ ധ്യാനം കൂടാൻ പറ്റുന്ന 100-120 പേരാണ് ഒന്ന് ധ്യാനം കൂടുന്നത്. ഇരിക്കാൻ പോലും സ്ഥലമില്ല. വരാന്തയിലേക്ക് ആൾക്കാർ ഇരുന്ന ധ്യാനം കൊടുക്കുന്ന നാളുകളിൽ. അപ്പോൾ ഇവിടെ ധ്യാനം നടക്കുകയാണ് 1997 ആയപ്പോൾ. അപ്പോഴത്തേക്കും പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശക്തിയെക്കുറിച്ചുള്ള അറിവ് കിട്ടി. ആത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ ശക്തി കൂടുതൽ പ്രകടമാകാൻ തുടങ്ങി. ആത്മാക്കളുടെ മേഖലയിലുള്ള ഈ കാര്യം ചെയ്യണമെങ്കിൽ അതിന് മറുവശത്ത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൂടുതൽ വേണം. അപ്പോൾ ഓരോ അത്രയും വർഷത്തെ വളർച്ചയിലൂടെ ഒരു വലിയ ശക്തിയിലേക്ക് മനുഷ്യദൈവം വളർത്തി. അതിൻ്റെ ഫലം ഇതായിരുന്നു. ഒരു ആരാധന നടത്തി കഴിയുമ്പോൾ, ഒരു ആരാധന നടത്തുകയാണ്, സ്തുതി ആരാധന നടത്തി കഴിയുമ്പോൾ അവിടെ ഇറങ്ങി വരുന്ന അഭിഷേകത്തിൽ ആൾക്കാർ നിലംപതിക്കും. അപ്പോൾ ആ നാളുകളിലൊക്കെ കരിസ്മാറ്റിക് നവീകരണ ധ്യാനങ്ങളിലൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ആൾക്കാർ താഴെ വീണാൽ ഉടനെ അതിന് കൊടുത്ത വ്യാഖ്യാനം അത് പിശാച് എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ തോമസ് സക്കറിയ എന്ന ദൈവത്തിൻ്റെ ദാസന് മനസ്സിലായി ഇത് പരിശുദ്ധാത്മാവാണ്. കാരണം പ്രാർത്ഥിക്കുമ്പോൾ ഇറങ്ങിയ അഭിഷേകം തിരിച്ചറിയാൻ അദ്ദേഹത്തിന് വേണ്ടി സാധിച്ചത് കൊണ്ട് ഈ അഭിഷേകം ജനങ്ങളിലേക്ക് വന്നു കഴിയുമ്പോൾ അവർക്ക് നിൽക്കാൻ പറ്റില്ല, അവർ നിലംപതിക്കുകയാണ്. നിലംപതിക്കുന്ന ആൾക്കാർ എഴുന്നേറ്റ് വരുമ്പോൾ എന്താ പറയുന്നത്? ഈശോയെ കണ്ടു, മാതാവിനെ കണ്ടു, മാലാഖമാരെ കണ്ടു, സ്വർഗത്തിൽ കൊണ്ടുപോയി. വലിയൊരു കാര്യമാണ് അവർക്ക് പറയാനായിട്ടുള്ളത്. അവർക്ക് ഭയങ്കര സന്തോഷം, ഒരിക്കലും ആത്മസന്തോഷമാണ്. സാത്താൻ ഒരിക്കലും സന്തോഷം കൊടുക്കാൻ പറ്റില്ല. സന്തോഷം പരിശുദ്ധാത്മാവ് നൽകുന്നത്. ഇങ്ങനെയുള്ള ഒത്തിരിയേറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ചില സമയങ്ങൾ ഇങ്ങനെ നിലംപതിക്കുന്ന ചില ആളുകൾ അവർ എഴുന്നേറ്റ് വരില്ല, അല്ലെങ്കിൽ അവർ ചിലപ്പോൾ അക്രമം കാണിക്കാൻ തുടങ്ങും, വയലുണ്ടാവും. അപ്പം അങ്ങനെയുള്ളവരെ കൂട്ടായ്മയിൽപ്പെട്ട സഹോദരങ്ങൾ വന്ന് എടുത്ത് ഇവർ നേരെ കൊണ്ട് ചാപ്പലിലേക്ക് കൊണ്ടുപോകും. ചാപ്പൽ എന്ന് പറഞ്ഞാൽ ചെറിയൊരു പ്രാർത്ഥനാലയം, അവിടെ കൊണ്ടുപോയി ഇവരെ കണ്ട് കിടത്തും. എന്നിട്ട് കൂട്ടായ്മയിലുള്ളവർ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കും അവർക്ക് വേണ്ടിയിട്ട്. അങ്ങനെ അവർ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും. ചിലപ്പോൾ അവിടെ അച്ഛൻ കാണും, പുരോഹിതൻ കാണും, കന്യാസ്ത്രീകൾ കാണും, ഇവരൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. കാരണം എല്ലാവരും ഒരു സമൂഹമായി മാറി. അവിടെ ഒരു വലിയ ശുശ്രൂഷയായിട്ട് വളർന്നിരുന്നു. അവിടെ വന്നിരിക്കുന്ന എല്ലാം ചെറുപ്പക്കാരെ, പ്രാർത്ഥിക്കാൻ പറ്റുന്ന എല്ലാം പ്രാർത്ഥനക്കാരെല്ലാം കൂട്ടായ്മയിലുള്ളവരൊക്കെ ധ്യാനങ്ങൾ കൂടി ഈ അഭിഷേകം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അവർക്കെല്ലാം ഭയങ്കര വിശ്വാസവും ബോധ്യവും ധൈര്യവുമായി. പ്രിയപ്പെട്ടവരെ, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ആദ്യത്തെ സംഭവത്തിൽ എനിക്കുണ്ടായ ഭയം, പിന്നീട് അതിനുശേഷം ഒത്തിരിയേറെ ഇങ്ങനെയുള്ള അവസരം വന്നപ്പോഴൊക്കെ ഈ ഭയം എന്നെ ഞെരുക്കാൻ തുടങ്ങിയിരുന്നു. ഞാൻ കർത്താവോട് പ്രാർത്ഥിക്കുന്നു, ദൈവമേ എങ്ങനെ ഞാൻ ഭയം ശുശ്രൂഷ നടത്തും? പക്ഷെ കർത്താവ് എനിക്ക് മനസ്സിലായി, എൻ്റെ വിശുദ്ധീകരണമാണ് എൻ്റെ സൗഖ്യം. എനിക്ക് ഒത്തിരിയേറെ ശുദ്ധീകരണം കിട്ടാനുണ്ട്. ഇതിൻ്റെ ആത്മാവിനെ പഠിപ്പിച്ചു അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി, നിരന്തരമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. വിശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വിശുദ്ധിയെ അജയ്യമായി പരിചയമാക്കുന്ന വചനം പറഞ്ഞിരിക്കുന്നത് ജ്ഞാനം 5:19. വിശുദ്ധി എന്ന അജയ്യമായ ആ പരിചയെ എടുത്തുകൊണ്ടാണ് പിന്നെയുള്ള പോരാട്ടം. അതിൽ ദൈവം എന്നെ ഒത്തിരി സഹായിച്ചു. വലിയ സൗഖ്യം എനിക്ക് തരാൻ തുടങ്ങി. അങ്ങനെ ഈ 97 കാലഘട്ടം വന്നപ്പോഴേക്കും ദൈവത്തെ ധ്യാനത്തിൽ ഇതൊരു നിരന്തര പ്രക്രിയയാണ്. അവിടെ ധ്യാനിക്കാൻ വന്ന് കുറേ ആൾക്കാർ ഇങ്ങനെ ഉണ്ടാവും, അസ്വസ്ഥരായിട്ട്, ആത്മാക്കൾ ബാധിച്ചവരായിട്ട്. ഒരു ദിവസം ഒരു ധ്യാനത്തെ സമയത്ത് ആൾക്കാർ നിലംപതിച്ചു. അനേകം പേര് എഴുന്നേറ്റ് പോയി. ഒരു ചെറുപ്പക്കാരൻ മാത്രം എഴുന്നേറ്റില്ല. അപ്പോൾ അദ്ദേഹത്തെ ഇവിടെ നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ട് പ്രേക്ഷിതർ വന്ന് എടുത്തുകൊണ്ട് പോയി ചാപ്പലിൽ കൊണ്ടുപോയി കിടത്തി. അപ്പോൾ ഇയാൾ എന്തൊക്കെ അസ്വസ്ഥകൾ കാണിക്കുന്നുണ്ട്, അവരോട് ഇന്ന് പ്രാർത്ഥിക്കുന്നുമുണ്ട്. ഏതാണ്ട് ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞ് എൻ്റെ വചന ശുശ്രൂഷ കഴിഞ്ഞു. ഞാൻ നേരെ ആ ചാപ്പലിലേക്ക് ഇറങ്ങി ചെന്നു. ഞാനവിടെ ചെല്ലുമ്പോൾ ഇയാളവിടെ കിടപ്പുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, എന്താ അവൻ എഴുന്നേറ്റ് പോയി, പോയില്ലേ ചോദിച്ചു. എന്ന് പറഞ്ഞ് ആത്മാവ് പോയില്ല അർത്ഥം. അപ്പോൾ അവർ പറഞ്ഞു പോയിട്ടില്ല. ഞാൻ വേഗം അവൻ്റെ അടുക്കൽ ഇരുന്ന് പറഞ്ഞു, കർത്താവ് വിശ്വസിച്ച് വിട്ടുപോകാൻ ആവശ്യപ്പെട്ടു. പെട്ടെന്ന് അവൻ അലറി വിളിച്ചു, ഞാൻ പൊക്കളാവി എന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിലത്ത് കിടക്കുകയാണ്. ഞാൻ എടുത്ത് മുട്ടുകുത്തി. ഞാൻ പറഞ്ഞു, വിട്ടുപോകും, എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷെ ആ നിമിഷം വളരെ പെട്ടെന്ന് ഒരു സ്വരം എൻ്റെ കാതിൽ കേൾക്കുകയാണ്, അവനെ പുറത്താക്കരുത്, അവനെ കീഴ്പ്പെടുത്തുക.
ഞാൻ ഉടനെ അവിടെ വിളിച്ചു പറഞ്ഞു, കർത്താവിന് സ്വരമാണ്. കർത്താവ് പറയുന്നു, അവനെ കീഴ്പ്പെടുത്തണം, അവനെ പുറത്താക്കരുത്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു, നിനക്ക് പുറത്തു പോകാൻ പറ്റില്ല, നീ കീഴടങ്ങണമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞില്ല, ഞാൻ കീഴടങ്ങില്ല, എനിക്ക് പോകണം, എന്നെ വിടെ പോട്ടെ, നിനക്ക് പോകാൻ പറ്റില്ല. മത്തായി 16:19 വചനം കൊണ്ട് ബന്ധിച്ചു. അവൻ കിടന്ന് കാറി വെള്ളം ഉണ്ടാക്കി, എന്നെ വിടെ, എനിക്ക് ഇവിടെ നിൽക്കണ്ട, ഇല്ല, നീ കീഴടങ്ങണം, നീ യേശുവിനോട് കീഴടങ്ങാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ ചോദിക്കണം, യേശു ആരാണ്? അപ്പം ഞാൻ പറഞ്ഞു, നീ അറിയേണ്ട ആവശ്യമൊന്നുമില്ല, പറയുന്ന അനുസരിക്ക്, കീഴടങ്ങ് യേശുവിൻ്റെ നാമത്തിൽ. ഉടനെ ഒരു സ്വരം അവനോട് പറയാണ്, പറഞ്ഞു കൊടുക്കുക യേശു ആരാണെന്ന്. ഞാൻ അവനോട് പറഞ്ഞു, യേശു ക്രിസ്തു ദൈവമാണെന്നും മനുഷ്യനായിട്ട് അവതരിച്ചു, മനുഷ്യ പാപത്തിനു വേണ്ടി പരിഹാരം ചെയ്ത രക്ഷകനാണ്. അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചാൽ അവർക്കെല്ലാം പാപമോചന രക്ഷയുമുണ്ട്. ഉടനെ അടുത്ത ചോദ്യം, എന്താണ് പാപം? എനിക്ക് സംശയമായി. സംസാരിക്കാൻ പാടില്ലല്ലോ, അശുദ്ധാത്മാവല്ലേ. കർത്താവിന്റെ സ്വരം, പറഞ്ഞു കൊടുക്ക്, എന്താണ് പാപം, എന്താണ് പാപം പറഞ്ഞു കൊടുത്തു. അവൻ തിരിച്ചു പറയാൻ തുടങ്ങി, ഞാൻ പാപം ചെയ്തിട്ടുണ്ട്, നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ദൈവത്തിൻ്റെ വചനത്തിലൂടെ ഒരു ധ്യാനത്തിൽ പങ്കുവയ്ക്കേണ്ട വിഷയങ്ങൾ അവിടെ അവന് പറഞ്ഞു കൊടുത്തുകൊണ്ട് ആ അശുദ്ധാത്മാവ് അവസാനം കീഴടങ്ങി. എന്താണ് കർത്താവ് ആവശ്യപ്പെട്ടത്? അവരെ കീഴ്പ്പെടുത്തുക. അവൻ അവസാനം കീഴടങ്ങി. അവൻ യേശുവിനെ കർത്താവ് രക്ഷകനും നാഥുമായിട്ട് സ്വീകരിച്ചു. ഹല്ലേലൂയ. ഒരു വലിയ അത്ഭുതമാണെന്ന് സംഭവിച്ചത്. ഫിലിപ്പിയർ ലേഖനം 2-ാമത്തെ അധ്യായം 9-10 വരുന്ന വചനങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, ആകയാൽ ദൈവം യേശുവിൻ്റെ നാമത്തെ അതിഥിയമായിട്ട് ഉയർത്തി, എല്ലാ നാമത്തിനും ഉപരിയായ നാമമായിട്ട് ഉയർത്തി. അത് യേശുവിൻ്റെ നാമത്തിന് മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും നരകത്തിലുമുള്ള എല്ലാവരും മുട്ടുകൾ മടക്കുന്നതിനും യേശു ക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി എല്ലാ അധരങ്ങളും ഏറ്റുപറയുന്നതിനും വേണ്ടിയിട്ടാണ് ആ വചനം എന്ന് പറഞ്ഞാൽ, യേശുവിൻ്റെ നാമത്തിന് മുമ്പിൽ മറ്റെല്ലാ നാമങ്ങളും കീഴടങ്ങണം. മുട്ടുമടങ്ങുന്ന പോലെ കീഴടങ്ങുന്നതാണ്. എന്ന് മാത്രമല്ല, യേശു ക്രിസ്തു കർത്താവാണെന്ന് സകല അധരങ്ങളും ഏറ്റുപറഞ്ഞ് പിതാവ് ദൈവത്തെ മഹത്വപ്പെടുത്തും. ആ വചനം അവിടെ മാംസം ധരിക്കപ്പെട്ടു. ഹല്ലേലൂയ. അതൊരു വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു ആത്മാക്കളുടെ ലോകത്ത്. അതുവരെ ലോകത്ത് സംഭവിച്ചൊരു കാര്യം എന്താണ്? അശുദ്ധാത്മാക്കളെ പുറത്താക്കി വിടും. അവരെന്ത് ചെയ്യും? അവർ അലഞ്ഞു തിരിഞ്ഞ് നടക്കും. അവർ ചുറ്റിത്തിരിഞ്ഞ് നടന്ന് വീണ്ടും കയറാൻ ശ്രമിക്കും, വീണ്ടും ആ മനുഷ്യനെ നശിപ്പിക്കും. എന്നാൽ അന്നു മുതൽ 1997 ആണ്ടിലെ ആ ദിവസം മുതൽ പിന്നീട് ഒറ്റ ദിവസം പോലും, ഒരു സംഭവത്തിൽ പോലും അശുദ്ധാത്മാക്കളെ പുറത്തു കിട്ടിയിട്ടില്ല. വെളിപ്പെട്ട് കഴിഞ്ഞാൽ അവർ ബന്ധിക്കും, കീഴടങ്ങാൻ ആവശ്യപ്പെടും, അവർ കീഴടങ്ങത്തില്ല. ചിലർ പറയും കേശുരിയൊന്നും വേണ്ട, രക്ഷയൊന്നും വേണ്ട. ചിലർ പറയും സാത്താനാ ദൈവം, അവനെ മതി, അങ്ങനെയൊക്കെ പറഞ്ഞ ആത്മാക്കളുണ്ട്. പക്ഷേ അവിടെയെല്ലാം ഇരുന്നു കൊണ്ട് ജപമാല എന്ന പ്രാർത്ഥന, ശക്തമായ ആയുധമാണ് ജപമാല. ഓരോ നന്മ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് നല്ലൊരു നിലവിളിയും. സാത്താനെ നശിപ്പിക്കുന്ന ഒരേ ഒരു ആയുധമാണ് ഇവരുടെ ജപമാല എന്ന് പറയുന്നത്, നന്മ പറഞ്ഞ പ്രാർത്ഥന. കാരണം ജ്ഞാനമായ മറിയത്തിൻ്റെ ശക്തി അവിടെയാണ് തിരിച്ചറിയാൻ സാധിച്ചത്. ഈ അശുദ്ധാത്മാക്കൾ നിലത്ത് കിടന്ന് ഉരുണ്ട് നിലവിളിച്ച് കാറി ബഹളമുണ്ടാക്കി പാമ്പ് പൊളിയുന്ന പോലെ പൊളഞ്ഞ് എന്തൊക്കെ ചെയ്യും അതെല്ലാവരും ചെയ്യും. പക്ഷെ അവർക്ക് ഈ പ്രാർത്ഥന താങ്ങാൻ പറ്റില്ല. അങ്ങനെ ഈ പ്രാർത്ഥനയിലൂടെ അവസാനം ഇവർ കീഴടങ്ങുവോളം പ്രാർത്ഥിക്കും. നമ്മുടെ ശരീരത്തിൽ ചെളി പുരണ്ടാൽ നമ്മൾ സോപ്പിട്ട് കഴുകും, വെള്ളം ഒഴിക്കും, പോയില്ലെങ്കിൽ സോപ്പിട്ട് കഴുകി ശരീരം ശുദ്ധീകരിക്കും. ഒരു വസ്ത്രത്തിൽ കറ പറ്റിയാൽ വെള്ളം കൊണ്ട് കഴുകിയാൽ പോകില്ല. അപ്പോൾ കറ പോകാനുള്ള മരുന്ന് ഉപയോഗിച്ച് കഴുകി കഴിയുമ്പോൾ ആ കറ പോകും. ആത്മാക്കളുടെ മേൽ കിടക്കുന്ന ഏറ്റവും വലിയ കറയാണ് സർപ്പത്തിൻ്റെ വിഷം, സാത്താൻ്റെ വിഷം. കൊടിയ പാപത്തിൽ ജീവിച്ച് മരിച്ചുപോയ ആത്മാക്കളുടെ മേലുള്ള സാത്താന്റെ ആധിപത്യം തകർക്കപ്പെടാതെ ഒരാത്മാവ് പോലും സ്വതന്ത്രമാകില്ല. എല്ലാ അശുദ്ധാത്മാക്കളെ പുറത്താക്കാൻ സാധിക്കും. പക്ഷേ അഭിഷേകത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് പഠിപ്പിച്ച സത്യം ഇതാണ്: മറിയത്തിന്റെ നാമത്തിന്റെ ശക്തിയിൽ, നന്മ നിറഞ്ഞ മറിയമേ പ്രാർത്ഥനയുടെ അഭിഷേകത്തിൽ സാത്താന്റെ തല തകർക്കപ്പെടുകയാണ്, അവന്റെ ശക്തി തകർക്കപ്പെടുകയാണ്. ഒരു അശുദ്ധാത്മാവിന്റെ മേൽ, ഒരു അശുദ്ധാത്മാവിനെ ഭരിക്കുന്ന, കീഴ്പ്പെടുത്തിയിരിക്കുന്ന ആ സാത്താന്റെ ആധിപത്യം തുടച്ചു കളയാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. അത് നന്മ നിറഞ്ഞ പ്രാർത്ഥനയാണ്, ദൈവമാല പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന ഒരുപക്ഷെ ഒരു 153, 253, 350 ചൊല്ലി കഴിയുമ്പോഴേക്കും അറിയാം ഇവൻ വിട്ടുപോകുന്നത്, ഇവൻ്റെ ശക്തി തകർന്നു പോകുന്നത്.
അങ്ങനെ പൂർണ്ണമായിട്ടും ഈ ആത്മാവിൽ നിന്നും ഈ സാത്താന്റെ സ്വാധീനം നശിപ്പിക്കപ്പെട്ട് കഴിയുമ്പോൾ ഈ ആത്മാവ് സ്വതന്ത്രനാകുകയാണ്. അതുവരെ അവൻ പറയുമ്പോൾ നുണയായിരിക്കും. കാരണം പിശാച് നുണയനും നുണയൻ്റെ പിതാവുമാണ്. എന്നാൽ ഈ സാത്താന്റെ സ്വാധീനം ഈ ആത്മാവിനെ വിട്ടുപോയി കഴിയുമ്പോൾ പിന്നെ അവൻ നുണ പറയാൻ സാധിക്കത്തില്ല. കാരണം അവനിൽ കിടന്ന ആ കറയെ നന്മ നിറഞ്ഞ പറയുന്ന പ്രാർത്ഥന കഴുകിക്കളഞ്ഞു, തുടച്ചു കളഞ്ഞു. ഹല്ലേലൂയ. അതാണ് ഇവരുടെ ജപമാലയുടെ ശക്തി എന്ന് പറയുന്നത്. അങ്ങനെ പരിശുദ്ധ മറിയത്തിൻ്റെ അഭിഷേകത്തിലൂടെ നന്മ നിറഞ്ഞ പറയുന്ന പ്രാർത്ഥനയിലൂടെ ജപമാലയിലൂടെ ഒരു ആത്മാവ് സ്വതന്ത്രമായി കഴിയുമ്പോൾ അവന് സുബോധമുണ്ടാവുകയാണ്. അവൻ പറയും, എനിക്ക് രക്ഷ വേണം, എനിക്ക് യേശുവിനെ വേണം, എനിക്ക് രക്ഷ വേണമെന്ന് ആവശ്യപ്പെടുകയാണ്. പിന്നീട് അവിടെ അങ്ങോട്ട് അവൻ ആവശ്യപ്പെടുന്ന രക്ഷയെക്കുറിച്ചാണ് പറയുന്നത്. വചനം പറഞ്ഞു കൊടുത്ത് അവനെ ഈശോയുടേതാക്കി തീർത്ത് അവൻ തന്നെ പാവം കയറ്റി പറയാൻ തുടങ്ങും, പശ്ചാത്തപിക്കാൻ തുടങ്ങും. ഇങ്ങനെ പാപം ചെയ്തിട്ടുണ്ട്, എന്തെല്ലാം തരത്തിലുള്ള പാപത്തിൻ്റെ സ്വാധീനം അതിനെല്ലാം ബന്ധിച്ച് പിഴുതെറിഞ്ഞ് വചനം കൊണ്ട് ബന്ധിച്ച് പിഴുതു മാറ്റി അവിടെയെല്ലാം യേശുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച് ആ വ്യക്തിയുടെ ആത്മാവിനെ പൂർണ്ണമായും ഇങ്ങനെ രക്തം കൊണ്ട് കഴുകപ്പെട്ട് ശുദ്ധീകരിക്കപ്പെട്ട് മണിക്കൂറുകൾ നീണ്ടുന്ന ആ പ്രക്രിയ പ്രാർത്ഥനയിലും അവസാനം ഇവൻ്റെ ആത്മാവ് വെണ്മയും വെടുപ്പുള്ള ആത്മാവായിട്ട് മാറുകയാണ്. അവൻ യേശുവിനെ കർത്താവായി സ്വീകരിക്കുകയാണ്. ഇവിടെ പിന്നെ അവന് വേണ്ടുന്നത് രക്ഷയാണ്, അവന് വേണ്ടുന്നത് കർത്താവാണ്. അവൻ ലോകം വേണ്ട, പിശാച് വേണ്ട, ഒന്നും വേണ്ട. ഹല്ലേലൂയ. ഈ ആത്മാക്കൾ ഇപ്രകാരം കീഴടങ്ങി യേശുവിനെ കർത്താവാണെന്ന് ഏറ്റുപറയിപ്പിച്ച് പറഞ്ഞുകൊണ്ട് അവർ വിട്ടുപോകുമ്പോൾ ആരിൽ ആവശ്യിച്ചിരുന്നുവോ അവർക്ക് ഒന്നും അറിയില്ല. അവർ നിലംപതിക്കുന്നു, കുറേ പേർ എഴുന്നേറ്റ് വരുന്നു. അപ്പോൾ അവർ പറയും, എന്തോ ഭയങ്കര ഭാരം വിട്ടുപോയി, ഭയങ്കരമായ ഭാരമായിരുന്നു വർഷങ്ങളായിട്ട്. ഇപ്പോൾ ഭയങ്കര ഫ്രീ ആയി, ഭയങ്കര സമാധാനമായി, ഭയങ്കര സന്തോഷമായി. ശരീരത്തിലും തിന്മ വിട്ടുപോയപ്പോൾ ഉണ്ടായ സ്വാതന്ത്ര്യമാണ്. പ്രിയപ്പെട്ടവരെ, ഇതൊരു വലിയൊരു മിറക്കിളാണ്, ഇതൊരു വലിയ അത്ഭുതമാണ്. ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത വലിയൊരു രഹസ്യമാണിത്. ഇപ്രകാരം ഉള്ള ഈ ശുശ്രൂഷകളിലൂടെ എത്രയോ ആത്മാക്കളാണ് കീഴടങ്ങി രക്ഷ പ്രാപിച്ചത്. 3 വർഷം, അതായത് 3 വർഷം ഇതൊരു നിരന്തരമായ ഒരു ശുശ്രൂഷയാണ്. ഓരോ ധ്യാനം, ഒരു മാസത്തിൽ 3 ധ്യാനം കാണും. ഏത് ധ്യാനം നടത്തി എവിടെ നടത്തിയാലും ശരി ആത്മാക്കൾ വെളിപ്പെടും. നമുക്ക് തടയാൻ പറ്റില്ല, ആത്മാക്കൾ വെളിപ്പെടും. ചില സമയത്തൊക്കെ ദൈവത്തിൽ ധ്യാനം നടക്കുമ്പോൾ രാവും പകലും എന്ന വണ്ണമാണ് ശുശ്രൂഷകൾ. കൂട്ടത്തിലുള്ള സഹോദരന്മാർ അവർക്ക് വേറെ യാതൊരു ജോലിയില്ല എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരാളെ പ്രാർത്ഥിക്കുമ്പോൾ അടുത്തയാൾ പറഞ്ഞ് അടുത്തയാൾ വന്നു കഴിഞ്ഞു. ചിലപ്പോൾ 2, 3, 4, 5 പേരാണ് ഒന്നിച്ച് കിടക്കുന്ന ഒരു സ്ഥലത്ത്, ഒരു ചാപ്പലിൽ. ഇങ്ങനെ നിരന്തരം രാവും പകലും എന്ന വണ്ണം നിരന്തരമായൊരു പ്രാർത്ഥനാ ശുശ്രൂഷ നടത്തപ്പെട്ടത്. കൂട്ടവനുണ്ടായിരുന്ന വിശുദ്ധരായ നിന്ന് ചെറുപ്പക്കാർ അവരുടെ ഭയങ്കരമായ സമർപ്പണം, വലിയ കാര്യം ദൈവത്തെ കൊണ്ട് ചെയ്യിപ്പിച്ചു. നാളുകളിൽ 3 വർഷം ഈ വലിയൊരു പരിശീലനം നൽകപ്പെട്ടത്. ചിലപ്പോഴൊക്കെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ നിർത്തിത്തരണമേ, കാരണം മടുത്തു പോവുകയാണ്. വചനശുശ്രൂഷ ധ്യാനങ്ങളിൽ 7 ദിവസം വചനശുശ്രൂഷ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും വീട്ടിൽ പോകാൻ പറ്റില്ല. ചിലപ്പോൾ കിടക്കും 3-4 പേര് കിടക്കും, അവരെല്ലാം പ്രാർത്ഥിച്ചു. ധ്യാനത്തിനിടയ്ക്ക് മുഴുവൻ പ്രാർത്ഥനകൾ, രാവും പകലും പ്രാർത്ഥനകൾ. പിന്നെ ധ്യാനം കഴിഞ്ഞാൽ വീട്ടിൽ പോകാൻ പറ്റില്ല. കുറേ പേര് കാണും അസ്വസ്ഥരായി കിടക്കുന്നവരെ. ഇവരെയൊക്കെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറയുന്ന ആൾക്കാരുണ്ടാകും. പക്ഷേ ഒരാളെ ഹോസ്പിറ്റലിലേക്ക് വിടില്ല. പ്രാർത്ഥിച്ച് അവർ ഫ്രീ ആകുന്നവരെ പ്രാർത്ഥിച്ച്. കാരണം ഇപ്പോഴത്തെ പുതിയ ദൗത്യമാണല്ലോ, ഒരാത്മാവിനെ ബഹിഷ്കരിച്ച് വിടാൻ പാടില്ല, കീഴ്പ്പെടുത്തണം. അങ്ങനെ ഒരു ശുശ്രൂഷ സമയത്ത് ഒരു യുവാവ് ആ ധ്യാനം കഴിഞ്ഞു. ഞായറാഴ്ച ധ്യാനം തുടങ്ങി, ശനിയാഴ്ച ധ്യാനം തീരുന്നു. ശനിയാഴ്ച രാവിലത്തെ അഭിഷേക പ്രാർത്ഥനയിൽ നിലം പതിച്ചു. എല്ലാവരും എഴുന്നേറ്റ് പോയി, ഇയാൾ എഴുന്നേറ്റില്ല. ഞങ്ങളെ ചാപ്പലിൽ കൊണ്ട് ഇയാളെ കിടത്തി. അന്ന് വൈകുന്നേരം വരെ പ്രാർത്ഥിച്ചു, യാതൊരു അനക്കവും ഇല്ല. ഇട്ടിട്ട് പോകാൻ പറ്റില്ല, കാരണം ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും അപകടം അവർ വരുത്തി വയ്ക്കും. അതുകൊണ്ട് അവരുടെ കൂട്ടത്തിൽ ആൾ വേണം, പ്രാർത്ഥനയും വേണം. അടുത്ത ഭാഷ ഇരുന്ന് രാത്രി ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ശനിയാഴ്ച രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു, നേരം വെളുത്തു. ഇവർ വിശ്രമിക്കാൻ പോയി. അടുത്ത ബാച്ച് ഏതാനും പേര് വന്നിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞായറാഴ്ച പകൽ മുഴുവൻ പ്രാർത്ഥിച്ചു. എന്നിടയ്ക്ക് പുരോഹിതൻ കടന്നു വന്ന്
രാവിലെയും വൈകുന്നേരവും കുർബാന അർപ്പിച്ചു. ഇയാളുടെ തലമുറകൾക്ക് വേണ്ടി, ആത്മാക്കൾക്ക് വേണ്ടി കുർബാന ചൊല്ലി. യാതൊരു മാറ്റവുമില്ല. ഞായറാഴ്ച രാത്രിയിൽ പ്രാർത്ഥന നടത്തി, ആരാധന നടത്തികൾ പ്രാർത്ഥിച്ചു. യാതൊരു വ്യത്യാസമില്ല. തിങ്കളാഴ്ചയായി. തിങ്കളാഴ്ച പകൽ പ്രാർത്ഥന, തിങ്കളാഴ്ച രാത്രിയായി. രാത്രി ആയപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് സംസാരിക്കുക. ഒരു ചെറുപ്പക്കാരൻ ആദ്യമായിട്ട് 3 ദിവസം സംസാരിക്കുകയാണ്. ആദ്യമായിട്ട് ഒന്നുമില്ല, അതിനിടയ്ക്ക് വർഷമൊന്നുമില്ല. ഇടയ്ക്ക് വല്ല ബോധം ഉണ്ടെങ്കിൽ വെള്ളം വല്ല കൈകൊണ്ട് കാണിക്കും, വെള്ളം വായിൽ ഒഴിച്ചു കൊടുക്കും. വാസ്തവത്തിൽ ആരെങ്കിലും ചെയ്യുമോ? കാരണം വൈദ്യശാസ്ത്രം എന്ന ആശ്രയത്വമുള്ളപ്പോൾ ആരും ചെയ്യില്ല. കാണുന്നവർ പറയും, ഹോസ്പിറ്റലാക്കാൻ പറയും. ഇയാളെ അന്വേഷിച്ചിട്ട് വീട്ടുകാർ വന്നു, അപ്പനും അമ്മയൊക്കെ വന്നതാണ്, നാട്ടുകാർ വന്നു. ഇദ്ദേഹം ഒരു അധ്യാപകനാണ്, വേദപാഠം പഠിപ്പിക്കുന്ന അധ്യാപകനാണ്. ഒരു അധ്യാപകനായ ഇദ്ദേഹത്തിൽ അശുദ്ധാത്മാവെന്ന് പറയാൻ ആർക്കാൾ പറ്റുമോ? അവർ പറഞ്ഞ് വീട്ടിൽ കൊണ്ടുപോകണം, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഞങ്ങൾ പറഞ്ഞ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ ഞങ്ങൾ മനുഷ്യരോഗിയായിട്ട് മുദ്ര കുത്തേണ്ടി വരും, ഒരു വിടുതലും കിട്ടില്ല. വിശ്വസിക്കുകയെ ഞങ്ങൾ പ്രാർത്ഥിച്ച് സുഖപ്പെടുത്താം, സുഖമായിക്കൊള്ളും. അങ്ങനെ ആ ഗ്യാരെല്ലാവരും തിരിച്ചു പോയിട്ടുണ്ട്. അപ്പനും അമ്മയും തിരിച്ചു പോയിട്ടുണ്ട്, അന്ന് സുഹൃത്തും തിരിച്ചു പോയിട്ടുണ്ട്. അവസാനം തിങ്കളാഴ്ച രാത്രിയായപ്പോൾ സംസാരിച്ചു. ഇവിടെ വാസ്തവത്തിൽ അന്നൊരു വലിയൊരു വെളിപ്പെടുത്തലാണ് വന്നത്. താൻ ആരാണ്? അത് സാധാരണ ആത്മാക്കളായിരുന്നില്ല. പിശാചിൻ്റെ വലിയ ശക്തികതനമാണ് അന്നോട് വെളിപ്പെട്ടത്. അത് സാധാരണ സമ്പ്രദായത്തിൻ്റെ വലിയൊരു തകർച്ചയായിട്ട് മാറി. അപ്പോൾ ഈ കാര്യം മനസ്സിലായി. 3 ദിവസം കർത്താവ് പ്രാർത്ഥിപ്പിക്കുകയായിരുന്നു. കാരണം ഒരു വലിയ കൊള്ള നടത്താൻ വേണ്ടിയിട്ട്, ശത്രുവിൻ്റെ രാജ്യത്തെ ഒരു വലിയ കൊള്ളയ്ക്ക് വേണ്ടി ഈ 3 പുസ്തകത്തിലെ പ്രാർത്ഥന സഹായകമായിട്ട് മാറി. ഹല്ലേലൂയ. അവസാനം ഇയാൾ സ്വതന്ത്രനായി, എല്ലാ വ്യക്തിനെയും വിട്ടുപോയി, ആൾ ഫ്രീ ആയി. എത്രയോ വലിയ അത്ഭുതമാണ് നടന്നത് അവിടെ. വ്യക്തിയിൽ ആവശ്യിക്കുന്നത് പിശാചികളാണ് എന്ന് ലോകത്തിലെ ഈ പഠനം നിലനിൽക്കുമ്പോഴാണ്, ഇന്ന് നിലനിൽക്കുമ്പോഴാണ് ഞാനിത് പറയുന്നത്. വേർപെട്ടുപോയ ആത്മാക്കൾ, നഷ്ടപ്പെട്ടവർ, അവരെങ്ങനെ ഞങ്ങൾ മരിച്ചു, തങ്ങളെ ആരാണ് കൊന്നത്, തങ്ങൾ എന്തിനാണ് ആത്മഹത്യ നടത്തിയത്, പാമ്പ് കടിയിട്ട് മരിച്ചതാണോ, വെള്ളത്തിൽ വീട് മരിച്ചതാണോ, എത്രയോ കറണ്ടടിച്ച് മരിച്ചോ, ഇതെല്ലാം രീതിയിലും മരിച്ചവരെ അതോരോന്നും കൃത്യമായിട്ട്. ഇനി ഇങ്ങനെയുള്ള സംഭവങ്ങൾ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ഈ ധ്യാനത്തിന് വരുന്ന പുരോഗതമാരോ കന്യാസ്ത്രീകളൊക്കെ ഞങ്ങൾ അനുവദിച്ചിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട്. കാരണം പബ്ലിക്കിനെ അനുവദിക്കാറില്ല ചാപ്പലിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ. എന്നാൽ ഏതെങ്കിലും പുരോഹിതന്മാരോ കന്യാസ്ത്രീകളോ ധ്യാനഗുരുക്കന്മാരൊക്കെ വന്നാൽ അവരോട് പറയും, കയറി കണ്ടോളാൻ പറയും. എങ്ങനെയാണ് ആത്മാക്കൾക്കെതിരെ പ്രാർത്ഥന നടത്തുന്നത്, എങ്ങനെയാണ് അവർ കീഴടങ്ങുന്നത്. ഇതൊക്കെ ഒരിക്കലും ഒരു കന്യാസ്ത്രീ കോതമംഗലം സ്ഥലത്തൊന്നും ധ്യാനിക്കാൻ വന്നു. ഒരു 3-4 പേരുണ്ടായിരുന്നു. ഈ അശുദ്ധാത്മാവ് ആവശ്യിച്ചൊരു വ്യക്തിയെ പ്രാർത്ഥിക്കുമ്പോൾ ഇവർ കാണാൻ വേണ്ടി ചാപ്പലിൽ കയറി, ഞങ്ങൾ വാതിലടച്ചു. കുറേ പേര് ചാപ്പലിനകത്തുണ്ട്. അപ്പോൾ ഈ മനുഷ്യൻ ഏത് വ്യക്തിയിൽ ആവശ്യിച്ചിരുന്നു? ഒരു യുവാവിൽ ആവശ്യിച്ച് സംസാരിക്കണം അശുദ്ധാത്മാവ്. പുള്ളി അശുദ്ധാത്മാവ് പറയുന്നുണ്ട് തൻ്റെ അപ്പൻ ആരാണ്, അമ്മ ആരാണ്, തൻ്റെ സ്ഥലം എവിടെയാണ്, അവരെന്ത് ജോലിയാണ് അവർ ചെയ്യുന്നത്, താൻ പാമ്പ് കടിയേറ്റ് മരിച്ചതാണ്. ഇതൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ഒരു കന്യാസ്ത്രീ ഇതെല്ലാം തൻ്റെ ഡയറിയിൽ എഴുതി വെച്ചു. എല്ലാവരും എഴുതി വെക്കുകയാണ്. പിന്നെ എന്താ ചെയ്യുന്നറിയാമോ? ഈ ധ്യാനം കഴിഞ്ഞ് ഒരു നേരെ പോയത്, തൻ്റെ നാട്ടിലെത്തിയിട്ട് ഇവർ പോയത് ഈ സ്ഥലത്തേക്കാണ് പോയത്. ഈ ചെറുപ്പക്കാരൻ പറഞ്ഞ സ്ഥലത്തേക്ക് അവർ പോയി. അവിടെ ചെന്ന് അന്വേഷിച്ചു. ഇങ്ങനെ 2 സ്ത്രീയും പുരുഷനും അപ്പനും അമ്മയുടെ പേര് പറഞ്ഞല്ലോ. അവരന്വേഷിച്ചു, വീട്ടുപേരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെന്ന് കണ്ടുപിടിച്ചു. അവിടെ ചോദിച്ചു, നിങ്ങൾക്ക് എൻ്റെ മകനുണ്ടായിരുന്നു? ഓവ. അവനുണ്ടോ? ഇല്ല, മരിച്ചുപോയി. പാമ്പ് കടിയിട്ടാണോ മരിച്ചത്? അതെ, പാമ്പ് കടിയിട്ടാണ് മരിച്ചത്. ഹല്ലേലൂയ. ആ സിസ്റ്റർക്ക് ധാരാളം അതിനെ വിശ്വസിക്കാനായിട്ട് ആ സിസ്റ്റർ അതുമായിട്ട് പോയത് തന്നെ മെലിസയുടെ അടുക്കലേക്കാണ്. സഭയിലെ അധികാരം മുമ്പിൽ ചെന്നു. ചെന്നിട്ട് പറഞ്ഞു, ഇതെല്ലാം അവിടെ സംഭവിക്കുന്ന സത്യങ്ങളാണ്. പക്ഷെ അതോടുകൂടി ആ കന്യാസ്ത്രീക്ക് ഞങ്ങളുള്ള ബന്ധം മുറിച്ചു കളയേണ്ടി